എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ടർക്കിഷ് ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ബ്രെഡ് തയ്യാറാക്കാൻ 2 കപ്പ് മൈദപ്പൊടി എടുക്കാം. മൈദപ്പൊടി അത്യാവശ്യം പരന്ന ഒരു പാത്രത്തിലിട്ടിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കണം. തൈര് അല്ലെങ്കിൽ ഗ്രീക്ക് യോഗേർട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അധികം പുളിയില്ലാത്ത തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് കുറച്ച് വെള്ളം ഇടയ്ക്ക് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. തൈര് ചേർത്ത് ആദ്യം ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് പൊടി എല്ലായിടത്തേക്കും ആവുന്ന തരത്തിലൊന്ന് കുഴച്ചെടുക്കുക. ഇനി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കുക, അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർക്കുക. ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം കുറച്ചുകൂടി ഓയിൽ തടവിയിട്ടുള്ള ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ബൗളിലാക്കി 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കൊണ്ട് ഈ ഒരു മാവ് കുറച്ചൊന്ന് പൊന്തിക്കിട്ടും. തയ്യാറാക്കി എടുത്തിട്ടുള്ള ഡോവിൻ്റെ പുറത്തും കുറച്ച് എണ്ണ തൂവി കൊടുക്കുക. അതുപോലെ നല്ല ക്ലീൻഡ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക. ഒരുപാട് ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. 1 മണിക്കൂറിന് ശേഷം ടേബിൾ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ടതിന് ശേഷം നന്നായി പൊന്തി വന്നിട്ടുള്ള ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് മൈദപ്പൊടി ഇട്ട് കൊടുക്കരുത്. കുറച്ച് മൈദപ്പൊടി മാത്രം തൂവിയിട്ട് ഇത് കുഴച്ചെടുക്കാം. 2 മിനിറ്റ് മാത്രം ഇത് കുഴച്ചാൽ മതി. ഒരുപാട് നേരം ഇട്ട് കുഴയ്ക്കണ്ട. അതിനുശേഷം ഒരേപോലെയുള്ള ഉരുളകളാക്കി എടുത്തു വയ്ക്കാം.
ഇതുപോലെ ചെറിയ ബൗളുകളാക്കി തയ്യാറാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. ഇങ്ങനെ വെക്കുന്നത് ആ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഇത് 1 മണിക്കൂർ മുതൽ ഒരു 1.5 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി ഈ ചെറിയ ബൗൾസ് ആക്കിയിട്ട് 1 മണിക്കൂറും കൂടി ഇങ്ങനെ വെക്കുക. അപ്പോഴേക്കും ഇത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും. അരമണിക്കൂറിന് ശേഷം ചെറുതായിട്ട് തന്നെ പൊടി തൂവിയിട്ടുള്ള ടേബിൾ ടോപ്പിൽ വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കണം. ഒരിക്കലും ഇതിൻ്റെ മുകളിൽ ഒരുപാട് പൊടി ഇടരുത്, കുറച്ച് മാത്രം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് കട്ടി കുറച്ച് വളരെ നൈസായിട്ട് പരത്തിയെടുക്കണ്ട, ഒരു ചെറിയ കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക, എന്നാൽ ഒരുപാട് കട്ടിയിലും പരത്തണ്ട. ഇനി ഇതും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂർ ഇങ്ങനെ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡും ഒരു പാത്രത്തിൽ വളരെ കുറച്ച് പൊടി സ്പ്രിങ്കിൾ ചെയ്ത് അതിന് മുകളിൽ ഇട്ട് വയ്ക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡും തയ്യാറാക്കിയതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ എടുക്കാം. ഞാനിവിടെ ഒരു ഗ്രിൽ പാനാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഒരു തവയിലിട്ടും നമുക്കിത് ചെയ്യാം. നന്നായി ചൂടാക്കിയതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു വശത്തുനിന്ന് ചെറിയ ചെറിയ കുമിളകൾ ഇതുപോലെ വരുന്ന സമയത്ത് ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോഴേക്കും ഒരു സൈഡിൽ നിന്ന് ചെറിയ ചെറിയ കുമിളകളായിട്ട് ഇതുപോലെ പൊന്തി വരും. ആ സമയത്ത് തീ ഒന്ന് കുറച്ചതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ചെറിയ തീയിലല്ല വെക്കേണ്ടത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടത്. രണ്ട് ഭാഗവും കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം
ഒരു സ്പാറ്റിൽ ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയത്ത് ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ പൊന്തി വരും. രണ്ട് ഭാഗവും നന്നായി പൊന്തി കിട്ടും. നമ്മൾ ഇത്രയും നേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഈ ഒരു ഡോ തയ്യാറാക്കുന്നതിൻ്റെ ബെനിഫിറ്റ് ഇതാണ്. അത് മാത്രമല്ല ഉള്ളൊക്കെ നന്നായി വെന്ത് പുറത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ബ്രെഡ് ഉണ്ടാവുന്നത്. ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡും തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഏതെങ്കിലും ഒരു ഗ്രിൽ ചിക്കൻ്റെ കൂടെയും കബാബിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണം എന്നുള്ളതും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല രുചിയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. കുറച്ച് കട്ടിയിലാണ് ഈ ഒരു ബ്രെഡ് ഉള്ളത്. സാധാരണ കുബൂസിനെക്കാട്ടും കുറച്ചുകൂടി കട്ടിയുണ്ട് ഈ ഒരു ബ്രെഡിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക്